ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റവന്യൂ വകുപ്പിന്റെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരത്തിന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായി. തൃശൂരാണ് മികച്ച താലൂക്ക്. തൃശൂർ ജില്ലയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത തെളിയുന്നു. മണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. സ്വകാര്യ ആശുപത്രി ശൃംഖലയിലുള്ള അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സൂചനാ പണിമുടക്ക് തുടരുന്നു. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. വാർത്തകൾ വിശദമായി. റവന്യൂ വകുപ്പിന്റെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ രാമനിലയത്തിൽ റവന്യൂ മന്ത്രി K. രാജനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരത്തിന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായി. മികച്ച റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ പുരസ്കാരം തൃശൂരിലെ PA വിഭൂഷണന് ലഭിച്ചു. തൃശൂരാണ് മികച്ച താലൂക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മികച്ച തഹസിൽദാറായി TG ബിന്ദു തിരഞ്ഞെടുക്കപ്പെട്ടു. അയ്യന്തോളാണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസ്. മികച്ച വില്ലേജ് ഓഫീസർമാരായി ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജിലെ TK അനിൽകുമാർ, ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജിലെ സാഹിറ BV, മേത്തല വില്ലേജിലെ TR പ്രശാന്ത് എന്നിവരെ തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇത് ഇരട്ടി മധുരം. തുടർച്ചയായി രണ്ടാമത്തെ സംസ്ഥാന അവാർഡിനാണ് അർജുൻ പാണ്ഡ്യൻ അർഹനാവുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ശിശുവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സേവനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മികച്ച കളക്ടർ എന്ന അംഗീകാരം ഇതിനു മുൻപ് ലഭിച്ചിരുന്നു. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അംഗീകാരം ലഭിച്ചതെന്ന് കളക്ടർ TCVയോട് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി അനൗൺസ് ചെയ്തപ്പോൾ. അത് കേട്ടപ്പോഴത്തേക്ക് അത് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഒരുപാട് നല്ല സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഓഫീഷ്യൽസും ആത്മാർത്ഥമായിട്ട് ഓരോ പ്രശ്നങ്ങളും, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. കുറെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലാൻഡ് ഇഷ്യൂസ്, കുറെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ നടന്നും വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം പരമാവധി ആത്മാർത്ഥത്തോടു കൂടിയിട്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. എന്തായാലും ഇതില് കൂട്ടായിട്ട് നിന്ന് ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിച്ച സാമുദായിക സമവാക്യങ്ങളും. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ഇരിങ്ങാലക്കുടയും ഗുരുവായൂരും ഘടകകക്ഷികളായ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമുള്ളതാണ്. ഇവിടെ യഥാക്രമം തോമസ് ഉണ്ണിയാടനും CH റഷീദും മത്സരിക്കും. മണലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനായി TN പ്രതാപൻ കളത്തിലിറങ്ങും. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ KV ദാസനാകും സ്ഥാനാർത്ഥി. സംവരണ മണ്ഡലമായ നാട്ടികയിൽ സുനിൽ ലാലൂരും ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫുമാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ കോർപ്പറേഷൻ മേയർ ക്രിസ്ത്യൻ സമുദായാംഗമാണ് എന്നത് കണക്കിലെടുത്ത് സമുദായ സമവാക്യം പരിഗണിച്ച് തൃശൂർ മണ്ഡലത്തിൽ TV ചന്ദ്രമോഹൻ മത്സരിക്കും. ഒരു മണ്ഡലത്തിൽ മുസ്ലിം സമുദായാംഗം വേണം എന്നത് കണക്കിലെടുത്ത് കയ്പമംഗലത്ത് TM നാസറിന്റെ പേരാണ് ഉയരുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൽ വനിതയാകണം സ്ഥാനാർത്ഥി എന്നത് മുൻനിർത്തി പുതുക്കാട് സോണിയാഗിരി അല്ലെങ്കിൽ കുന്നംകുളത്ത് സോയ ജോസഫ് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ പേര് പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ പേര് വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും ഉയരുന്നുണ്ട്. കുന്നംകുളത്ത് അനിൽ അക്കരയുടെ പേരും പരിഗണനയിലുണ്ട്. കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് സ്ഥാനാർത്ഥിയാകും. ഒല്ലൂരിൽ ക്രൈസ്തവ സമുദായാംഗമാവും സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത്, മുൻ മേയർ രാജൻ ജയപല്ലൻ എന്നിവരുടെ പേരുകളാണ് ഇവിടെ പരിഗണനയിലുള്ളത്. TCV തൃശൂർ.
ചേലക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത തെളിയുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിരിക്കും. ചേലക്കര മണ്ഡലം മുസ്ലിം ലീഗിന് നൽകി പകരം കോങ്ങാട് മണ്ഡലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസിൽ എതിർപ്പുയർന്നിരുന്നു. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ KA തുളസിക്ക് കോങ്ങാട് സീറ്റിൽ മത്സരിക്കാനായിരുന്നു ഈ വെച്ചുമാറ്റമെന്ന് ആക്ഷേപമുയർന്നു. ചേലക്കര മണ്ഡലം ലഭിക്കുന്നതിനോട് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിനും താൽപര്യമുണ്ടായിരുന്നില്ല. നിലവിൽ ജില്ലയിലുള്ള ഏക സീറ്റായ ഗുരുവായൂരിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഉയർത്തിക്കാണിക്കാനായി ഒരു സ്ഥാനാർത്ഥിയും ലീഗിനില്ല. ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല. വിജയസാധ്യതയുള്ള സീറ്റാണ് ചേലക്കരയെന്നും ലീഗിന് നൽകിയാൽ CPM-ന് ജയം സമ്മാനിക്കുന്നതിന് തുല്യമാകുമെന്നും ഇവർ പറയുന്നു. ഇതോടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തെളിയുകയാണ്. TCV ചേലക്കര. തൃശൂർ DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. DMO ഓഫീസിലേക്ക് പ്രകടനവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മിഥുൻ മോഹൻ, ഹരീഷ് മോഹൻ, ജിഷ്ണു ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്വകാര്യ ആശുപത്രി ശൃംഖലയിലുള്ള P1 എന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയതായി ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു. പണം കൈപ്പറ്റിയതിന്റെ രേഖകളും ശോഭ സുരേന്ദ്രൻ പുറത്തുവിട്ടു. ബ്ലാക്ക് സ്റ്റോൺ അമേരിക്കൻ കമ്പനിയുടെ ഉപകമ്പനിയാണ് P1. കിംസ്, ആസ്റ്റർ എന്നീ ആരോഗ്യ സ്ഥാപനങ്ങൾ P1 കമ്പനി വാങ്ങിയെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഹർഷീനയും ഏറ്റവും അവസാനം ആലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഉഷ ജോസഫും ഉൾപ്പെടെ ഈ സർക്കാരിന്റെ ആശുപത്രികളിലെ സർജറികളിലെ കെടുകാര്യസ്ഥത അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ എന്താണ് ഗവൺമെന്റ് ആശുപത്രികൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പൊതുസമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. വലിയ സമരം ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ വലിയ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സമയമില്ല. മുഖ്യമന്ത്രി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ഇങ്ങനെ മനുഷ്യർ കേരളത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് അതിന്റെ നഷ്ടം? അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട രോഗികളുടെ മേജർ നിശ്ചയിച്ചിട്ടുള്ള രോഗികളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സൂചനാ പണിമുടക്ക് തുടരുന്നു. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 7 വർഷമായി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതിന് കാരണം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ശമ്പള വർധന നടപ്പിലാക്കാനുള്ള ഉത്തരവ് സർക്കാർ നൽകാത്തതാണ്. ഈ സാഹചര്യത്തിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുന്നത്.
അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാണ് ആവശ്യം. കൂടാതെ ഡോക്ടർ എസ് ബലരാമൻ, വീരകുമാർ കമ്മിറ്റികളുടെ ശുപാർശ നടപ്പിലാക്കണമെന്നും UNA ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ ശക്തൻ നഗറിൽ സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് നഴ്സുമാരുടെ സ്വജീവൻ മറന്നുള്ള സേവനമാണ്. അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമായ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 2018 ഏപ്രിൽ 23 ശേഷം നിങ്ങളുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കേരളത്തിലെ നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ വലിയ ആവേശത്തിലും അതിൻ്റെ ആവശ്യത്തിലുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സുമാരുടെ ലഗ്നക്കാർട്ട എന്ന് വിളിക്കപ്പെടാവുന്ന തളറാം കമ്മിറ്റി റിപ്പോർട്ട് അത് ഉന്നയിക്കപ്പെട്ട 50ഓളം കാര്യങ്ങൾ കേരളത്തിലെ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കേണ്ട വളരെ നിർണായകമായിട്ടുള്ള അനുഭവങ്ങളും അവകാശവും UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, സംഘടനാ ദേശീയ സെക്രട്ടറി MV സുദീപ്, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ES ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി നഴ്സുമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ സ്തംഭിപ്പിക്കാതെ 1/3 നഴ്സുമാരുടെ സേവനം മാത്രം നൽകിക്കൊണ്ടാണ് പണിമുടക്ക് നടക്കുന്നത്. ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ലോങ് മാർച്ച്, സമ്പൂർണ്ണ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. TCV തൃശൂർ. പെരിങ്ങനത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളായ 3 പേരെ കാസർകോട് കുമ്പളയിൽ നിന്ന് പോലീസ് പിടികൂടി. കൂരിക്കുഴി ആശേരിക്കയറ്റം സ്വദേശി പണിക്ക വീട്ടിൽ ഇജാസ്, കരുവന്നൂർ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിയാസ്, പൊറത്തിശ്ശേരി പുരയാറ്റുപറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഈ മാസം 17 രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അനീസിനെ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഈ കേസിൽ കരുവന്നൂർ പൊറത്തിശ്ശേരി സ്വദേശികളായ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ സുദിൻ എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് സബ് സ്റ്റേഷന്റെയും ഇലക്ട്രിക്കൽ സെഷൻസ് ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ PS ഇന്ദു, ചീഫ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സമൃദ്ധി കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഗുണഭോക്താക്കളായ സംരംഭകരുടെ സംഗമവും തൃശൂരിൽ നടന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനൊപ്പം സാമ്പത്തിക ശാക്തീകരണം ത്വരിതപ്പെടുത്തുക എന്നതാണ് പ്രത്യേക ടോപ്പ് അപ്പ് വായ്പ പദ്ധതിയായ സമൃദ്ധി കേരളത്തിലൂടെ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ 10 കോടി രൂപയുടെ സബ്സിഡിയോടെ 1000 പേർക്ക് 50 കോടി രൂപ വായ്പയായി നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ D ധർമ്മലശ്രീ കുടുംബശ്രീ വായ്പ വിതരണം നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം വികസന വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൌശികൻ പദ്ധതി വിശദീകരണം നടത്തി. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു, മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ, പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ M ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. KSRTC പെൻഷൻകാർ 24 സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കും. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടി KSRTC സ്റ്റാൻഡിന് മുന്നിൽ നടത്തുന്ന ധർണ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കൺവീനർ തുളസി ഉദ്ഘാടനം ചെയ്യും. ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി TB രവി, പ്രസിഡന്റ് I സതീഷ് കുമാർ, KE വാസു, VV അച്യുതൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. കുന്നംകുളം ജംഗ്ഷൻ പട്ടാമ്പി പാതയിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കല്ലുപുറം പാതയുടെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ മുൻപുണ്ടായിരുന്ന സീബ്ര ലൈൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട്, കുറ്റിപ്പുറം, പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്നതിന് യാത്രക്കാർ തിരക്കേറിയ റോഡ് മുറിച്ചുകടക്കണം. സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പലപ്പോഴും ഭാഗ്യം ആശ്രയിച്ചാണ് റോഡ് കടക്കേണ്ടി വരുന്നതെന്നും യാത്രക്കാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അടയാളങ്ങൾ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലെ പഴയ ബസ് സ്റ്റോപ്പ് ഭാഗത്ത് സീബ്ര ലൈൻ നിലവിലുണ്ടെങ്കിലും വടക്കാഞ്ചേരി റോഡിൽ അത് പാതി മാഞ്ഞ നിലയിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പട്ടാമ്പി പാതയിലെ മലായ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി നക്ഷത്ര മരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്ത് വീട്ടിൽ സൗദാമിനിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യം വിഭാഗം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ 2.69 കോടി വോട്ടർമാരാണുള്ളത്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കിയെങ്കിലും പുതിയ അപേക്ഷകൾ പരിഗണിച്ചത് കൂടി കണക്കാക്കുമ്പോൾ അന്തിമ പട്ടികയിൽ 15,11,292 വോട്ടർമാരുടെ വർധനയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 16 ലക്ഷം വോട്ടർമാരുടെ കുറവും SIR-ന് ശേഷമുള്ള പട്ടികയിലുണ്ട്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ സ്വീകരിച്ച ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ പേര് ചേർക്കാം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC തൃശൂർ മണ്ഡലം കമ്മിറ്റി തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. AITUC സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി ഉദ്ഘാടനം ചെയ്തു. CR റോസിലി അധ്യക്ഷത വഹിച്ചു. KN രഘു, VK ലതിക, സുരേഷ് ബാബു, PH നസീർ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് കാർഷിക സർവകലാശാല പെൻഷനേഴ്സ് ഫോറം സർവകലാശാല ആസ്ഥാനത്ത് ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി KK രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. VS സത്യശീലൻ, B ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ 41 കോടി രൂപ അനുവദിച്ചതായി വൈസ് ചാൻസലർ B അശോക് സർവകലാശാല ജനറൽ കൌൺസിലിൽ ഉറപ്പു നൽകി. പിണറായി സർക്കാരിന്റെ പുതിയ മദ്യക്കുപ്പിക്ക് പ്രതീകാത്മകമായ യൂത്ത് കോൺഗ്രസ് പേരിടൽ ചടങ്ങ് നടത്തി. ലാസ്റ്റ് മിനിസ്ട്രി എന്ന് പേര് വിളിച്ച് യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പേരിടൽ ചടങ്ങ് നടത്തി. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത് പേരിടൽ ചടങ്ങ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട CDS അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീജ സുരേഷാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർ CDPO ബേബി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ KB ബബിത ഉൾപ്പെടെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് നടന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, രാജി സോമൻ, പ്രഭിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ CDS ഭരണസമിതിയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നടത്തി നമ്മുടെ തെരഞ്ഞെടുപ്പെല്ലാം പൂർത്തീകരിച്ച് പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേക
ദേശീയപാത 66 കൊറ്റംകുളം മുതൽ കോട്ടപ്പുറം വരെയുള്ള പ്രദേശത്തെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ചന്തപ്പുരയിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് CK ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KA ഹസ്ഫൽ, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, PB ഹിമ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആരോഗ്യമാനന്ദം പ്രചരണ പരിപാടി തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി. ആചാര്യവരണം നടത്തിയ ശേഷമാണ് കലശ ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് 16 വെള്ളി മുളംപാലികകളിൽ 12 ധാന്യങ്ങൾ വിതച്ച് തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുളയിടൽ ചടങ്ങ് നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 27-നാണ് സഹസ്ര കലശം. 1000 കുടങ്ങളിലെ കലശം ഭഗവാൻ അഭിഷേകം ചെയ്യും. തുടർന്ന് കൂത്തമ്പലത്തിൽ നിന്ന് ബ്രഹ്മകലശം എഴുന്നള്ളിച്ച് ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ക്ഷേത്ര അഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി സഹസ്ര കലശ ചടങ്ങുകൾ നടത്തുന്നത്. 28-ന് ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടത്തിന് ശേഷം രാത്രിയിലാണ് ഉത്സവത്തിന് കൊടിയേറുക. മാർച്ച് 9-ന് ആറാട്ടോടെ കൊടിയിറങ്ങും. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ദ്വിദിന സാഹിത്യോത്സവം ലീബ്രിസ് സമാപിച്ചു. കോളേജിലെ മലയാളം, ഇംഗ്ലീഷ് വിഭാഗങ്ങളും തൃശൂർ ലിറ്റററി ഫോറവും ചേറൂർ സാഹിതിയും സംയുക്തമായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. ഡോക്ടർ SK വസന്തൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, കലാനിലയം ഗായത്രി പത്മനാഭൻ, കോളേജ് മാനേജർ ഫാദർ PT ജോയ്, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KJ വർഗീസ്, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, മലയാള വിഭാഗം മേധാവി ഫാദർ TG K തോമസ്, നടൻ ജയരാജ് വാര്യർ, ചെറുകഥാകൃത്ത് സന്തോഷ് എച്ചിക്കാനം തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പ്രഭാഷണം അവതരിപ്പിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളിലൂടെ വയോജന ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ആവിഷ്കരിച്ച തിരികെ പദ്ധതിയുടെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് NSS യൂണിറ്റ് പോട്ടയിലെ ഇമാനുവൽ കൃപയിലേക്ക് സഹായം കൈമാറി. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപകരും ചേർന്ന് സമാഹരിച്ച 1,15,000 രൂപയാണ് കൈമാറിയത്. സനീഷ് കുമാർ ജോസഫ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, ഇമാനുവൽ കൃപ ട്രസ്റ്റ് ഡയറക്ടർ സിസ്റ്റർ ജാൻസി, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തിരക്കേറുന്നു. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച നിരവധി വിശ്വാസികളാണ് കനകമലയിലെത്തിയത്. അടിവാരം പള്ളിയിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലി വിശ്വാസികൾ മല കയറി കുരിശുമുടിയിലെത്തി വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങി. കുരിശുമുടിയിൽ നടന്ന ദിവ്യബലിക്കും മറ്റു തിരുകർമ്മങ്ങൾക്കും ഫാദർ ഗ്ലാഡിൻ പഞ്ഞിക്കാരൻ കാർമ്മികനായി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജെയ്സൺ കവലക്കാട്ട്, സഹവികാരിമാരായ ഫാദർ ജിതിൻ പുന്നശ്ശേരി, ഫാദർ ടോം പുള്ളോലിൽ എന്നിവരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU നേതൃത്വത്തിലുള്ള ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. കൊടകര BSNL ഓഫീസിനു മുൻപിൽ നടത്തിയ ധർണ യൂണിയൻ ഏരിയ സെക്രട്ടറി PC ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൊടകര പഞ്ചായത്ത് സെക്രട്ടറി PC ലജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ശിവൻ, ഏരിയ കമ്മിറ്റി അംഗം KA ബിനോയ് എന്നിവർ സംസാരിച്ചു. ആ സമയത്താണ് പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ പേരിൽ 3 തവണ പെറ്റിയടിച്ചു കഴിഞ്ഞാൽ വാഹനമുടമയുടെ ലൈസൻസും പെർമിറ്റും റദ്ദാക്കുന്ന ആളുകളെ
വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവാഹ സമ്മാനദാനവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു ജോർജ്, ട്രഷറർ ജോഷി നെടുമ്പാക്കാരൻ എന്നിവർ സംസാരിച്ചു. പുല്ലാനിച്ചാൽ കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജ്യോതിഷ്, കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റസാഖ് പെരുന്തുരുത്തി, എം പി രാജൻ, തമ്പി ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ അംഗനവാടി കലോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ജയറാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി കെ ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ മനു സ്വാമി മഠം വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റും. 15ഓളം ദേശകമ്മിറ്റികളിൽ നിന്നും ദേശപൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 5:30-ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. വൈകിട്ട് പാറമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാരുടെ ചെണ്ടമേളം നടക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കല്ലേട്ടുകുഴിയിൽ കുഞ്ഞുണ്ണി, ടി സുരേഷ് കുമാർ, സി എൻ സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് റോഡ് സുരക്ഷാ സമ്മേളനവും മാതൃകാ ഡ്രൈവർമാരെ ആദരിക്കലും നടന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. റാഫ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ എം അബ്ദു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഡ്രൈവർമാരായ ബൈജു പാണേങ്ങാടൻ, കെ ജെ ജോസ്, എ പി ജോൺസൺ, പി എം ശിവദാസൻ, കെ എം ആന്റണി, എൻ എസ് ജനാർദ്ദനൻ എന്നിവരെ മലപ്പുറം എസ് പി കമാൻഡർ കെ സലീം ആദരിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി മുകുന്ദൻ MLA നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കുമരനെല്ലൂർ ദേശമൊരുക്കുന്ന കലാസന്ധ്യയായ പൂരനിലാവിന്റെ 3-ാം ദിവസത്തെ പരിപാടികൾക്ക് AC മൊയ്തീൻ MLA തിരിതെളിയിച്ചു. ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ജനറൽ സെക്രട്ടറി PA വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗത ശൈലികളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സമന്വയമായ സിത്താനി ഉത്സവപ്രേമികളുടെ മനം കവർന്നു. ഗുരുവായൂർ നഗരസഭയിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ നടത്തി. ആരോഗ്യമേഖലയിൽ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന് പൂക്കോട്, തൈക്കാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ വി അനൂപ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ, കൌൺസിലർമാരായ പി രമേശ്, ആതിര രതീഷ്, സിനിഷ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ഫിഷറീസ് വകുപ്പും കേരള നോളജ് ഇക്കോണമി മിഷനും വിജ്ഞാന കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. പടിഞ്ഞാറെ വെമ്പലൂർ MES അസ്മ ബി കോളേജിൽ നടന്ന തൊഴിൽ മേള ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ CBIB, വിജ്ഞാന കേരളം DMC ജ്യോതിഷ് കുമാർ, അസ്മ ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സമീന, ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിൽ മേളയിൽ തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിച്ചൺ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദുർ, വാർഡ് അംഗം PH അൻസാർ, പ്രധാന അധ്യാപിക LK ഷീജ, SMC ചെയർപേഴ്സൺ PS റിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19-ാം വാർഡ് കരിയന്നൂർ 1-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ഭരണസമിതി 3 ലക്ഷം രൂപ വകയിരുത്തിയതായി വാർഡ് അംഗം NK കബീർ അറിയിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ചുറ്റുമതിൽ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ അംഗനവാടി തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. പുതിയ ഭരണസമിതി റിവിഷനിൽ ഉൾപ്പെടുത്തിയാണ് ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത്. പണി പൂർത്തീകരിച്ച അടുത്ത മാസം അംഗനവാടി തുറന്നു പ്രവർത്തിക്കുമെന്ന് വാർഡ് അംഗം NK കബീർ പറഞ്ഞു. പരിസ്ഥിതി ബോധവൽക്കരണം, സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അധ്യാപകർക്കുള്ള ഗ്രീൻ ടീച്ചർ അവാർഡ് ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PS റൂഷിന് സമ്മാനിച്ചു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ മീന K ചെറുവത്തൂർ അവാർഡ് വിതരണം ചെയ്തു. PJ ബിജു, NJ ജെയിംസ്, ഡോക്ടർ ഡാലിയ ഡൊമിനിക്, ജോഷി D കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാടി നെഹ്റു കോളേജിൽ ദേശീയ മാനേജ്മെന്റ് ദിനാചരണം നടന്നു. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക് മാനേജിംഗ് ഡയറക്ടർ ഷാലിമാർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏണസ്റ്റ് ആൻഡ് യങ് പ്രതിനിധി രാജേഷ് നായർ, മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ TP കൃഷ്ണകുമാർ, പ്രൊഫസർ മാളവിക തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റവന്യൂ വകുപ്പിന്റെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരത്തിന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായി. തൃശൂരാണ് മികച്ച താരം. തൃശൂർ ജില്ലയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത തെളിയുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. സ്വകാര്യ ആശുപത്രി ശൃംഖലയുള്ള അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സൂചനാ പണിമുടക്ക് തുടരുന്നു. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.